ഒരാഴ്ച മുമ്പാട്ടോ ഞങ്ങൾ റോന്ത് സിനിമ കാണാൻ പോയത്. പോകുമ്പോൾ ഞങ്ങളുടെ ചങ്ക് ഡാനിഷിനെയും കൂടെ കൂട്ടി. സിനിമ കാണാൻ മാത്രമല്ലല്ലോ, ടിക്കറ്റ് എടുക്കാനും ആള് വേണ്ടേ. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഡാനിഷിന് ഭക്ഷണം കഴിക്കാനൊരു ബോധി. ഓൻ്റെ നാട്ടിൽ വന്നിട്ട് ഓൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റൂലെന്ന് പേടിച്ചിട്ട് ഞങ്ങളും സംഭവിച്ചു. അല്ലാണ്ട് ഓനെ മുടിപ്പിക്കാന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പോലീസ് ജീവിതമൊക്കെ വിശകലനം ചെയ്ത് അങ്ങനെ ഹോട്ടലിൽ കയറിയപ്പം ദേ നിൽക്കണ ഒരു പോലീസ് ജീപ്പ്. പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കായിരുന്നു, ഇപ്പം നേരെ തിരിച്ചാണല്ലേ. നല്ല അസല് മഴയത്ത് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാനിഷിന് വണ്ടിയിൽ ഫോൺ മറന്നു വെച്ചത് ഓർമ്മ വന്നത്. ഓനതെടുക്കാൻ പോകുമ്പോൾ ഞങ്ങളാരും തടഞ്ഞില്ല. എങ്ങാനും ഗൂഗിൾ പേ ആണെങ്കിലോ. ഈ ചെങ്ങായി ഇതെന്താ കാണിക്കണമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ തണുപ്പ് മാറ്റാനായിരിക്കും. ലക്ഷ്മി മേനോൻ്റെ ഡിപ്രഷനെ കുറിച്ചായിരുന്നു കേട്ടോ എൻ്റെ ഒരു ചിന്ത. ആ ക്ലേശ ബ്രേക്കിംഗ് ക്ലൈമാക്സും ഡിപ്രഷനും ഒക്കെ കണ്ട് ഞാനാകെ ഡിപ്രസ്ഡ് ആയ പോലെയായിരുന്നു. അത്യാവശ്യം വലിയ തള്ളുകൾ കേൾക്കുമ്പോഴാണ് കേട്ടോ അബ്ദയുടെ മുഖത്ത് ഈ ഒരു ഭാവം വരുന്നത്. ഈ കാണുന്നത് എന്താണെന്നറിയോ? റോന്ത് സിനിമ കണ്ട ആവേശത്തിൽ റോന്ത് ചുറ്റുന്ന പോലീസുകാരെ കണ്ടപ്പോൾ അവരോടുള്ള ആരാധന മൂത്തിട്ട് സിനിമയെ കുറിച്ചിട്ട് നേരി പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയോനും കുട്ടികളും താഴേക്ക് ഇറങ്ങിച്ചെന്ന കാഴ്ചയാണ് കേട്ടോ. പിടിച്ചകത്തിടാൻ ഞാൻ മതിയായിരുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇതിലെ കഥയും കഥാപാത്രങ്ങളും വൈകാരിക തീവ്രതയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലയത്തിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എന്തായാലും ഫുഡ് എത്തുമ്പോഴത്തേനും ഓലെത്തിട്ടോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങാതിരുന്നത് വെറുതെ. ഒരു ചെറിയ മഴയത്ത് ഇങ്ങനെ ചൂടൻ മന്തി കഴിക്കാൻ നല്ല രസമാട്ടോ. ഡാനിഷ് ആദ്യമായിട്ടാണ് അത്ര കാട ഫ്രൈ കഴിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മഴയും കാടയും മന്തിയും നല്ല അടിപൊളി സിനിമയും ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഹോട്ടലും ഒക്കെ ചേർന്ന് നല്ല വൈബ് രാത്രി. എന്തായാലും ഡാനിഷിന്റെ സെലക്ഷൻ അടിപൊളിയാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ പോലീസുകാരെ വെറുതെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര കുടഞ്ഞിട്ടാലും മനസ്സിന്ന് പോവാത്ത ആ കഥാപാത്രങ്ങളും ഈ ചെങ്ങായിയും മൂപ്പര് കൂട്ടിക്കൊണ്ടുവന്ന ഈ ഹോട്ടലും തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ്. നിങ്ങൾ പോകും മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.